ഹലോ, ഇത് നമ്മുടെ ആത്തി റിവറിലെ ആട്ടിൻകൂട്ടങ്ങളാണ് കേട്ടോ. ഇതൊരു പഴയ വീഡിയോ ആണ്. എനിക്ക് ആത്തി റിവർ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. 2 വർഷം അവിടെ താമസിച്ചുകൊണ്ടാണോ എന്തുകൊണ്ടോ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. ആടുകളെ കാണാം, നല്ല പച്ചപ്പൊക്കെ കാണും മഴക്കാലത്ത്, പിന്നെ നല്ല കാറ്റ്, നല്ല മഴ, പുഴയുണ്ട്, പശുക്കളെ കാണാം. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് എൻ്റെ കേരളത്തിൽ താമസിക്കുന്ന പോലെ തന്നെ തോന്നിയതാണ് കേട്ടോ ആത്തി റിവർ താമസിച്ചപ്പോൾ. അതുകൊണ്ടാണ് തോന്നുന്നത് ആത്തി റിവറിൽ എനിക്ക് ഒരു വീഡിയോ പോലും, അതിപ്പോൾ വലിയ നല്ല വീഡിയോ ഒന്നും അല്ലെങ്കിൽ പോലും അതൊന്നും കളയാൻ എനിക്ക് തോന്നില്ല. അത്രയ്ക്കും എനിക്കിഷ്ടമാണ് ആത്തി റിവർ. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ വീടിൻ്റെ മുകളിലെ പുറകിലത്തെ ജനലിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ആട്ടുപറ്റ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. അതിങ്ങളുടെ സൗണ്ട് അകലേന്നേ കേൾക്കാൻ പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മണി കെട്ടിയിട്ടുണ്ട് കഴുത്തിൽ. ഏതോ 2-3 കഴുത്തിലെ മണി കെട്ടിയിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങി ചിലപ്പോൾ നടന്നു വരും. അങ്ങ് അകലെയൊക്കെ ആണെങ്കിൽ പതുക്കെ നടന്നു വരും. അടുത്തെത്താറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടിനും കൂടെ ഓടി വരും കേട്ടോ. ഇന്ന് ഓടിയാണ് വന്നത്, അതുകൊണ്ട് നല്ല കഥപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ കഥപ്പ് കേൾക്കാൻ പറ്റും. അപ്പം നമ്മുടെ അടുത്തോട്ട് ആ മസായി നടന്നു വരും കേട്ടോ. അപ്പം നമ്മളെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇന്ത്യക്കാരെ കാണുന്നവർക്ക് ഭയങ്കര അത്ഭുതം, അല്ല ഫോറിനേഴ്സിനാണെങ്കിലും ഭയങ്കര അത്ഭുതം. നമ്മളോടെന്തോ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ, ഇന്ത്യക്കാരോട്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ബ്രൗൺ ആൾക്കാരെന്നാണ് നമ്മൾ പറയണത്. മൂയിൻഡി എന്ന് പറയും. മൂയിൻഡി എന്ന് പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കണമെന്നാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും എന്നോട് ഹബാരി ആക്കൂന്ന് ചോദിച്ചു. അന്ന് എനിക്ക് ഒന്നും സ്വഹീലി അറിയില്ല. ജസ്റ്റ് ഞാൻ അപ്പോൾ അവിടെ ചെന്ന സമയമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ മുസൂരി സാന എന്നൊക്കെ പറഞ്ഞേനെ കേട്ടോ. ഇപ്പോൾ കുറച്ച് എനിക്ക് സ്വഹീലിയൊക്കെ അറിയാം. കുജ എന്ന് പറയുമ്പോൾ ഇവിടെ വരാനാണെന്നും, ഞാൻ കുജ എന്ന് പറയുമ്പോഴത്തേക്കും ഐ ആം കമ്മിങ് എന്നാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അയാളോട് ഞാൻ നെയിം എന്താണെന്ന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് അയാൾക്ക് അത്ര പോലും ഇംഗ്ലീഷ് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് നിർത്തി. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ പട്ടിയുണ്ട് കേട്ടോ. പട്ടി എന്തിനാണ് കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഇതിനെ എന്തെങ്കിലും നമ്മുടെ ആടുകളെ എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വന്ന, ഹൈനയാണ് ഇവിടെ കൂടുതലുള്ളത്, ഹൈനയൊക്കെ ആക്രമിക്കാൻ വന്നാൽ ഈ പട്ടികൾ ഓടിച്ചോളും. അതിന് ഇവർക്കിടെ മസായയുടെയൊക്കെ കൂടെ എപ്പോഴും 2 പട്ടികളാണ് കേട്ടോ. കണ്ടോ, 2 പട്ടികൾ നടപ്പുണ്ട്. പിന്നെ ഒരു പറ്റം ആട്ടുംകൂട്ടം ഇങ്ങോട്ട് പോയി, ഒരു പറ്റം ആട്ടുംകൂട്ടം വേറൊരു മസായയുടെ കൂടെ അങ്ങോട്ട് പോയിട്ടോ. അത് 2 മസായകളുടെ ആയിരിക്കും, 2 കർഷകന്മാരുടെ ആയിരിക്കും. എന്നാൽ പോലും അവരുടെ ആട്ടുംപറ്റങ്ങൾ തമ്മിൽ കൂടിക്കലരില്ല കേട്ടോ, മിക്സ് ചെയ്യില്ല കേട്ടോ. അതൊക്കെ എന്താ ഐഡിയ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അവിടുന്ന് കുറേ പശുക്കൾ, കുഞ്ഞു പശുക്കൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളാണെങ്കിൽ നാട്ടിൽ കുഞ്ഞു പശുക്കുട്ടീനെ മാറ്റി കിട്ടൂലേ, അതുപോലെ തന്നെ ഇവർ പശുക്കളുടെ അടുത്തുനിന്ന് പശുക്കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങോട്ട് പോരും കേട്ടോ. കാരണം പാലൊന്നും കുടിച്ച് തീർക്കണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. എപ്പോഴും ഈ കാഴ്ച കാണാൻ എനിക്ക് ഭയങ്കര കണ്ണിനൊരു കുളിർമ കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇത്രയും ആട്ടുംപറ്റം നമ്മൾ കാണാറില്ലല്ലോ ഇപ്പം എങ്ങും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആട്ടിൻകുട്ടികളെ കാണാൻ. പൊഞ്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊഞ്ചി കുഞ്ഞാടിനെ തപ്പി നടക്കും കേട്ടോ. കുഞ്ഞാടിനെ പിടിക്കാൻ കിട്ടുമെന്നും തപ്പി നടക്കും. പക്ഷേ ഇതുങ്ങളൊന്നും അങ്ങനെ നമ്മളുമായിട്ട് ഫ്രണ്ട്ലി അല്ല. ഇവരൊന്നും അധികം നമുക്ക് ഇവർക്കും എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ ഇവർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് അത്ര ഫ്രണ്ട്ലി അല്ല ആൾക്കാർ. നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ആടൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ആട്. അതിനൊക്കെ നമ്മൾ ഭയങ്കര മാക്സിമം സ്നേഹം കൊടുത്താലേ വളർത്തുക. പക്ഷെ ഇവരങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.